ഹായ്, ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ കസേരയിലിരിക്കുകയാണല്ലേ? ഞാനും നിങ്ങളെപ്പോലെ കസേരയിലിരിക്കുകയാണ്. അപ്പോൾ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. നിങ്ങളിപ്പോൾ കസേരയിലല്ല ഇരിക്കുന്നതെങ്കിൽ ഇതുപോലൊരു കസേരയിലേക്ക് ഇരിക്കുക. എന്നിട്ട് ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കൂ. ആദ്യം നിങ്ങളുടെ കാലുകൾ ആ തറയിൽ മുട്ടിക്കാതെ അല്പം മുകളിലേക്ക് ഉയർത്തു. ഇങ്ങനെ കാല് തറയിൽ മുട്ടിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ കൈകൊണ്ട് ഈ കസേരയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. പിടിച്ച് നിങ്ങളുടെ പരമാവധി ശക്തിയിൽ മുകളിലേക്ക് ഉയർത്തുക. എന്തായാലും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അപ്പോൾ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നമുക്ക് അന്വേഷിക്കണ്ടേ? ശരി, അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ഫിസിക്സിലെ നമുക്ക് പുതിയൊരു യൂണിറ്റിലേക്ക് പോകാം. ഓക്കെ, ഫിസിക്സിലെ ആദ്യ 2 യൂണിറ്റുകൾ നിങ്ങൾ ഭംഗിയായി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇല്ലേ? ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് 3ാമത്തെ യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റിൻ്റെ പേരറിയാമോ? ചലനവും ചലന നിയമങ്ങളും. പുസ്തകമൊക്കെ നിങ്ങൾ വായിച്ചു കാണും അല്ലേ? 3ാമത്തെ യൂണിറ്റിൻ്റെ പേരൊക്കെ നിങ്ങൾക്കറിയാം, ചലനവും ചലന നിയമങ്ങളും. അപ്പോൾ ആ യൂണിറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം, ചലനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ സാർവത്രികമാണല്ലേ? നിങ്ങൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ചലനം കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ടൊരു പഠന മേഖലയാണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ചില കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ എനിക്ക് ഒരു വസ്തുവിനെ ചലിപ്പിക്കണം, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പുസ്തകമുണ്ട്. ഇതിപ്പോൾ ഏതവസ്ഥയിലാണ്? അതെ, നിശ്ചലാവസ്ഥയിലാണ്. ഈ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന പുസ്തകത്തെ എനിക്ക് ചലിപ്പിക്കണം എങ്കിൽ ഈ പുസ്തകത്തിൽ ഞാൻ എന്ത് കൊടുക്കണം? എന്താ കൊടുക്കേണ്ടത്? അതെ, ബലം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ബലം കൊടുക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ പുസ്തകത്തിൽ ഞാൻ ബലം കൊടുക്കുകയാണ്. ഞാൻ ബലം കൊടുക്കുകയാണ്. എന്താണ്? ബലമാണ് ഞാൻ കൊടുക്കുന്നത്. ബലം ഞാൻ കൊടുത്തു, പക്ഷേ ഈ പുസ്തകം ചലിച്ചുവോ? ഇല്ല. ഞാനിവിടെ ബലം കൊടുത്തു, പക്ഷേ പുസ്തകം ചലിച്ചില്ല. അപ്പോൾ നിങ്ങൾ പറയും, സാറ് ചെറിയ ബലം കൊടുത്തത് കൊണ്ടാണ് പുസ്തകം ചലിക്കാത്തതെന്നല്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ വലിയ ബലം കൊടുക്കണമെന്ന്. ബലം കൊടുക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ബലം കൊടുത്തു, ചലിച്ചില്ല. ശരി, അപ്പോൾ ഈ പുസ്തകത്തെ ചലിപ്പിക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ശക്തിയായ ബലം കൊടുക്കണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശക്തിയായ ബലം. ശരി, നല്ല ശക്തി കിട്ടുന്നതിന് വേണ്ടി ഞാൻ 2 കൈകൊണ്ടും 2 വശത്തുനിന്നും തള്ളുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ശക്തിയായ ബലമാണ് കൊടുക്കാൻ പോകുന്നത്. ശക്തിയായ ബലം ഞാൻ കൊടുക്കുകയാണ്. ചലിക്കുന്നുണ്ടോ? ഇല്ലല്ലേ, ചലിച്ചില്ലല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ആദ്യം ബലം കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ബലം കൊടുത്തു. അപ്പം പിന്നെ നിങ്ങൾ പറഞ്ഞു നല്ല ശക്തിക്ക് ബലം കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ശക്തിക്ക് ബലം കൊടുത്തു. പുസ്തകം ചലിച്ചോ? ഇല്ല. അപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ബലം എന്ന് പറയുമ്പോൾ ഉത്തരം പൂർണ്ണമാവുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ബലം ഓർ ഫോഴ്സ് എന്നാണല്ലേ? അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഉത്തരം കംപ്ലീറ്റ് അല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ കൊടുക്കുന്ന ഫോഴ്സിന്, ആ കൊടുക്കുന്ന ബലത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടാവണം, വേണ്ടേ? ശരി, ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. കഥ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫിസിക്സിലും കഥകളുണ്ടോ? ഉണ്ട്, നല്ല നല്ല കഥകൾ ഫിസിക്സിലുമുണ്ട്. ഒരു കാട്ടിൽ കുറേ മനുഷ്യരുണ്ടായിരുന്നു. നല്ല സാത്വികരായ മനുഷ്യരായിരുന്നു. വഴക്കും ബഹളമൊന്നും ഇല്ലാതെ നല്ല ഒത്തൊരുമയോടുകൂടി എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചു വരുന്ന ഒരു കൂട്ടം മനുഷ്യർ. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ വിചാരിച്ചു,
അവരെയും കൂടി നമുക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നാടും അതുപോലെ ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ആൾക്കാർ ജീവിക്കും. അങ്ങനെ ഒരാൾ ഒരു ലോറിയുമായി ഇവരെ കൊണ്ടുവരാനായി പോയി. അവിടെ ചെന്നപ്പോൾ 10 മനുഷ്യർ വരാൻ തയ്യാറായി. ഇദ്ദേഹം ഈ 10 പേരെയും കൊണ്ട് ലോറിയിൽ ഇങ്ങനെ വരികയാണ്. വനത്തിലൂടെയാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ലോറി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ചേട്ടന്മാരെ, ലോറി കേടായി കിടക്കുകയാണ്, ഇനി നിങ്ങളൊന്ന് തള്ളിയാൽ മാത്രമേ ലോറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ മനുഷ്യർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട നീയ, നമ്മൾ ഈ ലോറി തള്ളിത്തരാം, നീ അകത്ത് കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നോളൂ, സ്റ്റിയറിംഗ് കറക്കിക്കോളൂ. അങ്ങനെ ഡ്രൈവർ സന്തോഷത്തോടു കൂടി സ്റ്റിയറിംഗ് കറക്കി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ഈ മനുഷ്യർ ലോറി തള്ളുകയാണ്, ഭയങ്കരമായി തള്ളുകയാണ്. ഡ്രൈവർ നോക്കിയപ്പോൾ ഇവർ ഭയങ്കരമായി തള്ളുന്നുണ്ടെങ്കിലും ലോറി 1 ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. ഡ്രൈവർ ഉടനെ ലോറിയൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പുറത്തിറങ്ങി നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? ഈ 10 മനുഷ്യരും കൂടി ലോറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ലോറി തള്ളുന്നത്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ചേട്ടന്മാരെ, ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി. എന്താ ഡ്രൈവർ പറഞ്ഞത്? ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി. ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ ബാഹ്യബലം ആവശ്യമാണ്. ആ മനുഷ്യർക്ക് കാര്യം മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ആയെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. എന്താ പറഞ്ഞത്? പുറത്ത് ഇറങ്ങി തള്ളിയാലേ ഈ ലോറി ചലിക്കൂ. അപ്പോൾ ഈ 10 മനുഷ്യരും കൂടി പുറത്തേക്ക് ഇറങ്ങി. അവർ പറഞ്ഞു, അനുജ നീ പേടിക്കണ്ട, നമ്മൾ വീണ്ടും ലോറി തള്ളാം, നീ അകത്ത് തന്നെ ഇരുന്നോളൂ, സ്റ്റിയറിംഗ് നോക്കിക്കോളൂ. അപ്പോൾ ഈ മനുഷ്യർ വീണ്ടും ലോറി തള്ളുകയാണ്. അപ്പോൾ നല്ല ശക്തിയിൽ ഇവർ തള്ളുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ലോറി 1 ഇഞ്ചും മുന്നോട്ട് പോകുന്നില്ല. ഡ്രൈവർ ആലോചിച്ചു, ഇതെന്താ സംഭവിക്കുന്നത്? ഡ്രൈവർ വീണ്ടും ലോറി ഹാൻഡ് ബ്രേക്ക് ഇട്ടു, പുറത്തിറങ്ങി നോക്കി. അപ്പോൾ എന്താ കണ്ടത്? 5 മനുഷ്യർ മുന്നിൽ നിന്ന് പിന്നിലേക്ക് തള്ളുന്നു. ബാക്കിയുള്ള 5 പേർ പിന്നിൽ നിന്ന് മുന്നിലേക്ക് തള്ളുന്നു. 5 പേർ മുൻപിലേക്ക് തള്ളുന്നു, 5 പേർ പിന്നിലേക്ക് തള്ളുന്നു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ചേട്ടന്മാരെ, ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി. ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി. നിങ്ങൾ ഇങ്ങനെ തള്ളിയാൽ പറ്റില്ല. ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ അസന്തുലിത ബലം ആവശ്യമാണ്. ഈ മനുഷ്യർക്ക് കാര്യം മനസ്സിലായോ? അവർക്ക് കാര്യം മനസ്സിലായി. ഡ്രൈവർ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ? ഇങ്ങനെ 2 വശത്ത് നിന്ന് തള്ളിയാൽ ലോറി ചലിക്കില്ല, ഒരു വശത്ത് നിന്ന് തള്ളണം. അങ്ങനെ ആ 10 മനുഷ്യരും കൂടി ഒരു വശത്ത് വന്ന് നിന്ന് തള്ളി. ലോറി സ്റ്റാർട്ടായി. സന്തോഷത്തോടു കൂടി അവരെല്ലാം കൂടി നാട്ടിലേക്ക് വന്നു. ബാക്കി എന്തായെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അത് നിങ്ങളുടെ സങ്കല്പത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. ശരി, ഇപ്പോൾ ഇവിടെ രണ്ടാമത് ഈ ഡ്രൈവർ പറഞ്ഞത് എന്താണ്? ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി. ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ അസന്തുലിത ബലം ആവശ്യമാണ്. അവർക്ക് കാര്യം മനസ്സിലായി, ആ മനുഷ്യർക്ക്. നമുക്ക് കുറച്ചുകൂടി വ്യക്തത വേണമല്ലേ? ശരി, അപ്പോൾ നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഈ ലോറി തള്ളാൻ വേണ്ടി 10 പേരുണ്ടായിരുന്നല്ലോ. ആദ്യം 5 പേര് മുന്നിലേക്ക് തള്ളി, 5 പേര് പിന്നിലേക്ക് തള്ളി. ഇവർ ഓരോരുത്തരും 100 ന്യൂട്ടൺ ബലമാണ് പ്രയോഗിക്കുന്നതെന്ന് കരുതൂ. എല്ലാവരും ഒരേ അളവിലുള്ള ബലമാണ് പ്രയോഗിക്കുന്നത്. ഓരോരുത്തരും 100 ന്യൂട്ടൺ ബലം വെച്ച് പ്രയോഗിക്കുന്നു. അപ്പോൾ 5 പേർ മുന്നിലേക്ക് തള്ളിയല്ലോ. അപ്പോൾ മുന്നിലേക്കുള്ള ആകെ ബലം എത്ര? ഗുഡ്, 500 ന്യൂട്ടൺ. ശരി, ഇനി 5 പേർ പിന്നിലേക്ക് തള്ളിയല്ലോ. അപ്പോൾ പിന്നിലേക്കുള്ള ആകെ ബലം എത്ര? ശരിയാണ്, 500 ന്യൂട്ടൺ തന്നെയാണ്. അപ്പോൾ മുന്നിലേക്കുള്ള ആകെ ബലം 500 ന്യൂട്ടൺ, പിന്നിലേക്കുള്ള ആകെ ബലം 500 ന്യൂട്ടൺ. ശരി, എങ്കിൽ ഈ ലോറിയിൽ അനുഭവപ്പെടുന്ന പരിണത ബലം ഒന്ന് കണ്ടുപിടിക്കൂ. വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദ വെഹിക്കിൾ? കണ്ടുപിടിച്ചോ? എത്ര കിട്ടി? 1000 ന്യൂട്ടൺ അല്ലേ? 1000 ന്യൂട്ടൺ എന്നാണോ നിങ്ങൾക്ക് കിട്ടിയത്? ശരി, അതിനകത്ത് ചെറിയൊരു പ്രശ്നമില്ലേ? ഈ മുന്നിലേക്ക് അനുഭവപ്പെടുന്ന ബലം
പോസിറ്റീവ് ആണെങ്കിൽ പിന്നിലേക്ക് അനുഭവപ്പെടുന്ന ബലം നെഗറ്റീവ് ആയിരിക്കണ്ടേ? അല്ലേ? അങ്ങനെ വേണ്ടേ? വേണം. അപ്പം മുന്നിലേക്ക് അനുഭവപ്പെടുന്ന ബലം +500 ന്യൂട്ടൺ എങ്കിൽ പിന്നിലേക്ക് അനുഭവപ്പെടുന്ന ബലം എത്ര? -500 ന്യൂട്ടൺ. ശരി, ഇനി കണ്ടുപിടിക്കൂ ആകെ ബലം എത്ര? അതെ, 0. വളരെ ശരിയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. വെരി ഗുഡ്. 0. ഇത്തരത്തിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം, അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ വിളിക്കുന്ന പേരാണ് സന്തുലിത ബലങ്ങൾ, ബാലൻസ്ഡ് ഫോഴ്സസ്. അപ്പോൾ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന പരിണത ബലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയും, ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയും. If the resultant force on a body is 0, the applied forces are called balanced forces. ഇത് തന്നെയാണ് നേരത്തെ ഞാനിവിടെ പുസ്തകം തള്ളിയപ്പോഴും സംഭവിച്ചത്. അവിടെ ഞാൻ കൊടുത്തത് ബാലൻസ്ഡ് ഫോഴ്സാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് ബാലൻസ്ഡ് അല്ലാത്ത ഫോഴ്സ് കൊടുക്കണമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ആ പുസ്തകം ചലിക്കാത്തത്. അപ്പോൾ ഈ പുസ്തകം ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഒരു വശത്ത് നിന്ന് ശക്തിയായി തള്ളണമായിരുന്നു, ദാ ഇതുപോലെ. ഇപ്പോൾ പുസ്തകം ചലിച്ചില്ലേ? ഇപ്പോൾ നിങ്ങൾ ആദ്യമേ ഇതെല്ലാം ചേർത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒറ്റ തള്ളിന് പുസ്തകം ചലിച്ചേനെ. ശരി, എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സന്തുലിത ബലങ്ങളെക്കുറിച്ചാണല്ലോ, ബാലൻസ്ഡ് ഫോഴ്സസ് ആണല്ലോ. എന്താ സന്തുലിത ബലങ്ങളെന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. If the resultant force on a body is 0, the applied forces are called balanced forces. ഈ സന്തുലിത ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. സന്തുലിത ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുക്കളെ ചലിപ്പിക്കാൻ സാധിക്കില്ല. ബാലൻസ്ഡ് ഫോഴ്സസ് cannot move a body at rest. അപ്പോൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ ഏത് തരം ബലം കൊടുക്കണം? അത് തന്നെയാണ് സന്തുലിത ബലത്തിൻ്റെ വിപരീത ബലം. അതാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ പേരെന്താ നിങ്ങൾ പറഞ്ഞത്? അത് തന്നെയാണ് അസന്തുലിത ബലം. അപ്പോൾ അസന്തുലിത ബലം വേണം, അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. സന്തുലിത ബലത്തിൻ്റെ നിർവചനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ അസന്തുലിത ബലത്തിൻ്റെ നിർവചനം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കില്ലേ? സാധിക്കും. പറയൂ, എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? അപ്പോൾ അസന്തുലിത ബലമാകുമ്പോൾ അവിടെ എന്ത് ചേർക്കണം? 0 അല്ലെങ്കിൽ. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ അസന്തുലിത ബലം എന്താ നിങ്ങൾ പറയൂ? അതെ, ശരി തന്നെയാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് പറയും. If the total force on a body is not 0, the applied forces are called unbalanced forces. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒരു വസ്തു ചലിക്കൂ എന്ന് മനസ്സിലായില്ലേ? ശരി, അപ്പോൾ ഇനി ഈ ബാലൻസ്ഡ് ഫോഴ്സസിനും അൺബാലൻസ്ഡ് ഫോഴ്സസിനും ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ 2 ബലം കൊടുക്കുമ്പോൾ അത് സന്തുലിത ബലമാവണമെങ്കിൽ എതിർ ദിശകളിൽ നിന്ന് കൊടുക്കണം. മാത്രമല്ല തുല്യ അളവിലുമായിരിക്കണം. ഞാൻ ഒരിടത്ത് ബലം കുറവും ഒരിടത്ത് ബലം കൂടുതലുമാണെങ്കിൽ ബലം കൂടുതലുള്ള ദിശയിലേക്ക് ചലിക്കും. അപ്പോൾ ഒരു വസ്തുവിൽ 2 ബലങ്ങളാണ് പ്രയോഗിക്കുമ്പോൾ അത് സന്തുലിത ബലമാവണമെങ്കിൽ, ബാലൻസ്ഡ് ഫോഴ്സ് ആവണമെങ്കിൽ ആ ബലങ്ങൾ വിപരീത ദിശകളിലായിരിക്കണം, ഒരേ അളവിലായിരിക്കണം. ദ ഫോഴ്സസ് മസ്റ്റ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദ ഫോഴ്സസ് മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. 2 ഫോഴ്സുകൾ മാത്രം ഉള്ളെങ്കിലാണ് കേട്ടോ. 2ൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് നോക്കുക, ആകെ ബലം കണ്ടുപിടിക്കുക. 0 ആണെങ്കിൽ അത് സന്തുലിത ബലമാണ്. ശരി, ഇനി സന്തുലിത ബലങ്ങളും അസന്തുലിത ബലങ്ങളും കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ചില ഉദാഹരണങ്ങളുണ്ട്. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 43-ലും 44-ലുമായി ആ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലെ ഓരോ ഉദാഹരണമായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഉദാഹരണം, ഒന്നാമത്തെ ഉദാഹരണത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എന്താ ആ ചിത്രത്തിൽ കാണുന്നത്? 2 കുട്ടികൾ ഒരേ വശത്ത് നിന്ന് ഒരേ ദിശയിൽ മേശ തള്ളുന്നു.
ടു ബോയ്സ് ആർ പുഷിങ് എ ടേബിൾ ഫ്രം ദ സെയിം സൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇവിടെ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ? ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ? നോക്കിയിട്ട് പറയൂ. അതെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. കാരണം നമുക്കറിയാം, രണ്ട് ബലങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിൽ അത് ബാലൻസ്ഡ് ആവണമെങ്കിൽ തീർച്ചയായും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ഇവിടെ ഇപ്പോൾ സെയിം ഡയറക്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ അത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ മേശ ചലിക്കുമോ ചലിക്കില്ലയോ? ചലിക്കും. അൺബാലൻസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ട് ആ മേശ ചലിക്കും. ശരി, രണ്ടാമത്തെ ഉദാഹരണത്തിൻ്റെ ചിത്രം നോക്കൂ. എന്താ അവിടെ കാണുന്നത്? രണ്ട് കുട്ടികൾ എതിർ ദിശകളിൽ നിന്ന് തുല്യബലം പ്രയോഗിച്ച് മേശ തള്ളുന്നു. ടു ബോയ്സ് ആർ പുഷിങ് എ ടേബിൾ ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വിത്ത് ഈക്വൽ ഫോഴ്സ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഈക്വൽ ഫോഴ്സാണ്. എങ്കിൽ ഇത് ഏതു തരം ബലം? അതെ, സന്തുലിത ബലമാണ്. ആ മേശ ചലിക്കുമോ? ഇല്ല. എന്താ കാരണം? നേരത്തെ ഡ്രൈവർ പറഞ്ഞ നമ്മുടെ മനസ്സിലുണ്ടല്ലേ. ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി. വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ അസന്തുലിത ബലം ആവശ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ഉദാഹരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താ അവിടെ സംഭവിക്കുന്നത്? രണ്ടാൾക്കാർ എതിർ ദിശകളിൽ നിന്ന് വ്യത്യസ്ത ബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. ടു പേഴ്സൺസ് ആർ പുഷിങ് എ ടേബിൾ ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വിത്ത് അൺഈക്വൽ ഫോഴ്സസ്. അൺഈക്വൽ ഫോഴ്സസ്, വ്യത്യസ്ത ബലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഏത് തരം ബലം? സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ? അതെ, അസന്തുലിത ബലമാണ്. ഗുഡ്, അസന്തുലിത ബലം. ശരി, അടുത്ത ഉദാഹരണം നോക്കാം. നോക്കൂ, എന്താണ് ഈ കാണുന്നത്? നിങ്ങളൊക്കെ ക്ലാസ്സിൽ ചെയ്യാറുള്ളത് തന്നെയാണ്. എന്താ? പഞ്ച് പിടിക്കുക അല്ലേ? പഞ്ച് പിടിക്കുക നമ്മൾ പറയും. അതിൻ്റെ ശരിയായ പേര് പഞ്ചഗുസ്തി. പഞ്ചഗുസ്തി, ആം റെസ്ലിംഗ്. നിങ്ങളെ പഞ്ച് പിടിച്ചിട്ടുണ്ടോ? ആരാ ജയിക്കുക? നിങ്ങളാണോ? ഇല്ല, ആരും ജയിക്കൂലല്ലേ? അത് തന്നെയാണ്, ആരും ജയിക്കില്ല. ചിലപ്പോൾ ആരും ജയിക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും, അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും വരില്ല. അതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ഈക്വൽ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഇൻ ആം റെസ്ലിംഗ്. പഞ്ചഗുസ്തിയിൽ തുല്യ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഇതേത് ബലം? സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ? വളരെ ശരിയാണ്, സന്തുലിത ബലമാണ്. ശരി, അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം. നോക്കൂ, എന്താ കാണുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? വടംവലി. പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? വടംവലിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. സ്കൂളിലൊക്കെ നമുക്ക് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വടംവലിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജയിച്ചായിരുന്നോ തോറ്റായിരുന്നോ? അതെ, ജയിച്ചു. നിങ്ങൾ ജയിച്ചു. എങ്ങനെയാണ് നിങ്ങൾ ജയിക്കാൻ കാരണം? എന്താ? അതെ, നിങ്ങളാണ് ശക്തിയായ ബലം പ്രയോഗിച്ചത്, കൂടുതൽ ബലം പ്രയോഗിച്ചത് അല്ലേ? അത്തരത്തിലൊരു ചിത്രമാണ് താണ്ട് ഇവിടെ കാണുന്നത്. ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ആൾക്കാർ പ്രയോഗിക്കുന്ന ബലം എത്രയാ? 400 ന്യൂട്ടൺ. അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ആൾക്കാർ പ്രയോഗിക്കുന്ന ബലം 300 ന്യൂട്ടൺ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ വ്യക്തമാണല്ലോ. 400 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച ദിശയിലേക്ക് വടം ചലിക്കും. അപ്പോൾ അവർ വടംവലിയിൽ വിജയിച്ചു. ശരി, അപ്പോൾ നമുക്ക് അവർ വിജയിച്ചോ വിജയിച്ചില്ല എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം ഇത് ഏത് തരം ബലം? സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ? ഏത് തരം ബലം? അതെ, അത് അസന്തുലിത ബലമാണ്. ചലനമുണ്ടായെങ്കിൽ അത് അസന്തുലിത ബലമായിരിക്കും, അറിയാലോ. ഇനി ഈ പറഞ്ഞതിനോടൊപ്പം തന്നെ ആ ഡ്രൈവർ ആദ്യം ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. എന്താണ്? ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി അല്ലേ? ഒരു ബാഹ്യബലം കൊടുത്താലേ വസ്തു ചലിക്കൂ. പുറത്ത് നിന്നുള്ളൊരു ബലം കൊടുക്കണം. ലോറിയുടെ അകത്ത് ഇരുന്ന് നിങ്ങൾ എത്ര ശക്തിക്ക് തള്ളിയിട്ടും കാര്യമൊന്നുമില്ല, ബാഹ്യബലം കൊടുത്താലേ വസ്തു ചലിക്കൂ. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം കൊടുക്കണം. ശരി, അപ്പോൾ അസന്തുലിതമായ ബാഹ്യബലം കൊടുത്താൽ ഒരു വസ്തുവിൽ എന്തെല്ലാം ഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും? വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി? ഒരു ബോഡിയിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ഇഫക്റ്റുകൾ എന്തെല്ലാം? അസന്തുലിത ബലത്തിന് ഒരു വസ്തുവിൽ എന്തെല്ലാം ഫലങ്ങൾ ഉളവാക്കാൻ കഴിയും എന്ന് ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് നോക്കാം. ശരി, അപ്പോൾ അതിനുവേണ്ടി ഈ ബോർഡ് അല്പം ഉയർത്തി വെക്കുന്നതിന് വേണ്ടി ഞാനൊരു സ്റ്റാൻഡും കൂടി ക്രമീകരിക്കുകയാണേ.
ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബോർഡ് വയ്ക്കുന്നു. ദാ ഇവിടെ ഒരു ടോയ് കാറാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് വശത്തുമായി ഈ വെയിറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടു. ഈ വെയിറ്റ് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലേ? സ്കൂളിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട പല പരീക്ഷണങ്ങളിലും നിങ്ങൾ ഈ വെയിറ്റ് കണ്ടിട്ടുണ്ട്. ശരി, ഇതിൽ ഓരോ വെയിറ്റ് എത്ര ഗ്രാം വീതമായി? ഈ ഒരു വെയിറ്റ് ഇതിലുള്ള രണ്ടെണ്ണമാണ് ഞാനിപ്പോൾ അതിലിട്ടിരിക്കുന്നത്. ഇതിലുള്ള ഒരു വെയിറ്റ് ഇത് എത്ര ഗ്രാം? അതെ, 50 ഗ്രാം. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇട്ടെങ്കിൽ അത് എത്ര ഗ്രാം? 100 ഗ്രാം. അപ്പോൾ ഈ അറ്റത്തിട്ടിരിക്കുന്ന ഭാരം 100 ഗ്രാമാണ്. അപ്പുറത്തെ വശത്തോ 100 ഗ്രാം തന്നെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ടോയ് കാറിൽ അനുഭവപ്പെടുന്ന ബലം സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ? ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ? വെരി ഗുഡ്, ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ഈ ടോയ് കാർ ചലിക്കുമോ? ചലിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് ഫോഴ്സുകൾക്ക് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. ചലിപ്പിക്കണമെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. ഇപ്പോൾ ഈ വസ്തു ചലിക്കില്ല, ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചു, എന്തു ചെയ്യും? അവിടെ തന്നെ ഇരിക്കും. കാരണം ചലിക്കണമെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. ഇങ്ങോട്ട് നീക്കി വെച്ചു, എന്തു ചെയ്യും? അവിടെ തന്നെ ഇരിക്കും. എന്തുകൊണ്ട് ചലിക്കുന്നില്ല? സന്തുലിത ബലമായതുകൊണ്ടാണ് ചലിക്കാത്തത്. ശരി, ഇനി ഞാനൊരു അസന്തുലിത ബലം കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു വെയിറ്റ് ഞാൻ ഒരു വശത്തേക്ക് ഇടുകയാണ്. ഏത് വശത്തിടട്ട്? ഈ കാർ മുമ്പോട്ട് തന്നെ പോട്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ വശത്തിടാം. ഈ വശത്തേക്ക് ഞാൻ ഈ വെയിറ്റും കൂടി ഇടുകയാണ്. ഇവിടെ ആയിട്ട് ഈ വെയിറ്റ് ഞാനിവിടെ വെച്ചു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ടോയ് കാർ ചലിച്ചു അല്ലേ? ഒന്നുകൂടെ കാണിക്കാം. ഈ വെയിറ്റ് ഞാനെടുത്ത് മാറ്റി. ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത് ഏത് ബലം? സന്തുലിത ബലം. ഇനി ഞാൻ ഈ അറ്റത്ത് ചെറിയൊരു ഭാരമാണ് അധികം കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഭാരം കൊടുത്തു, അധികമായിട്ട് കൊടുത്തു. ഇപ്പം ബലം ഏതായി? അതെ, അസന്തുലിത ബലമായി. അസന്തുലിത ബലമായപ്പോൾ നിശ്ചലാവസ്ഥയിലിരുന്ന ഈ വസ്തുവിന് എന്ത് സംഭവിച്ചു? ചലനം സംഭവിച്ചു. അപ്പോൾ അസന്തുലിത ബലത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഫലമല്ലേ ഇത്? എന്താണ് അസന്തുലിത ബലത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഫലം? ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിച്ചാൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുന്നു. ഇഫ് ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി അറ്റ് റെസ്റ്റ് ദർ വിൽ ബി എ മോഷൻ. ഓക്കെ, ശരി. ഇത് നമുക്ക് ഇത് അപ്പുറത്തിട്ട് നോക്കാം. ഈ വെയിറ്റ് അപ്പുറത്തിട്ട് നോക്കിയാൽ അങ്ങോട്ട് ചലിക്കുമോ എന്ന് അറിയണ്ടേ? ശരി, ഈ വെയിറ്റ് ഞാൻ ഇപ്പുറത്തേക്ക് ഇടുന്നു. ഇപ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന ബലം ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? നോക്കിയിട്ട് പറയൂ. അവിടെ 100, ഇവിടെ 100 എങ്കിൽ അത് ബാലൻസ്ഡ് ഫോഴ്സാണ്. ശരി, ഞാൻ ഇപ്പുറത്ത് ഈ ബലം കൊടുക്കുകയാണ്. ഇതും കൂടി കൊടുക്കുമ്പോൾ അത് ഏത് ബലമാവും? അസന്തുലിത ബലം. അസന്തുലിത ബലം കൊടുത്തു നോക്കാൻ എന്ത് സംഭവിക്കുമെന്ന്? ഈ ദിശയിലേക്ക് ചലിച്ചു. അപ്പോൾ ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിച്ചാൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കും. ശരി, ഇനി ഞാൻ ഈ അസന്തുലിത ബലത്തിൻ്റെ അളവൊന്ന് കൂട്ടുകയാണ് കേട്ടോ. ഈ അസന്തുലിത ബലമാണ് ഞാൻ ആദ്യം കൊടുത്തത്. ഇനി അതോടൊപ്പം തന്നെ ഞാനൊരു 50 ഗ്രാമും കൂടി അധികം കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടോയ് കാറിൻ്റെ ചലന വേഗതയിൽ എന്ത് മാറ്റം വരുന്നു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ആദ്യം വേണമെങ്കിൽ ഈ ചെറിയ വെയിറ്റ് ഇട്ടത് ഒന്നുകൂടി കാണിക്കാം. കാർ ചലിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഈ അസന്തുലിത ബലത്തിൻ്റെ അളവ് ഞാൻ അല്പം കൂട്ടുകയാണ്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ ടോയ് കാറിൻ്റെ ചലന വേഗത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്. ഈ ബലം കൊടുത്തു, കുറച്ചും കൂടി ബലം ഞാൻ കൂടുതൽ കൊടുത്തു. അപ്പോൾ ഈ ടോയ് കാറിൻ്റെ ചലന വേഗത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ചലനവേഗം കൂടിയോ കുറഞ്ഞോ? ചലനവേഗം കൂടി. അപ്പോൾ അസന്തുലിത ബലത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ഫലമാണ് ചലനവേഗത കൂട്ടാൻ സാധിക്കും. ഇനി അതുപോലെ ഞാനിവിടെ ഇതെടുത്ത് മാറ്റുന്നു, ഈ 50 ഗ്രാം മാറ്റുന്നു.
ഇപ്പോൾ ചലനവേഗം കുറഞ്ഞല്ലോ. അപ്പോൾ അസന്തുലിത ബലത്തിന് ചലനവേഗം വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. ഇനി നോക്കൂ, ഇവിടെ ഞാൻ വീണ്ടും അസന്തുലിത ബലം കൊടുക്കുന്നു. ഇപ്പോൾ ഇതിൽ അനുഭവപ്പെടുന്നത് സന്തുലിത ബലമായതുകൊണ്ട് ഇത് ചലിക്കുന്നില്ല, കണ്ടല്ലോ. അസന്തുലിത ബലം ഞാൻ കൊടുക്കുന്നു, ഈ വശത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ടോയ് കാർ എങ്ങോട്ട് ചലിക്കുന്നു നോക്കൂ, ദാ ഇങ്ങോട്ട് ചലിക്കുന്നു. ഇനി ഞാൻ അസന്തുലിത ബലം ഇവിടെ കൂടുതലാക്കി കൊടുക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ചലന ദിശയ്ക്ക് മാറ്റം വന്നില്ലേ? മാറ്റം വന്നു. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പറയൂ, അസന്തുലിത ബലത്തിന് ഒരു വസ്തുവിൽ ഉളവാക്കാൻ കഴിയുന്ന ഫലങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഓൺ എ ബോഡി? പറയൂ ഓരോന്നായിട്ട്. ഒന്ന്, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുന്നു. രണ്ട്, വസ്തുവിൻ്റെ ചലന വേഗം വ്യത്യാസപ്പെടുന്നു. മൂന്ന്, വസ്തുവിൻ്റെ ചലന ദിശ വ്യത്യാസപ്പെടുന്നു. വെൻ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി there will be a change in its ഏതിലേക്കാണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. രണ്ടാമത്തത് ഓർ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്പീഡ്. ഓക്കെ, അപ്പോൾ അസന്തുലിത ബലത്തിന് ഉളവാക്കാൻ കഴിയുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായില്ലേ? ഇനി നമ്മൾ കസേരയിൽ ഇരുന്നു കൊണ്ട് ചലിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. നിങ്ങൾക്കത് സാധിച്ചോ? സാധിച്ചില്ല. ആർക്കും സാധിക്കില്ല. എന്താ കാരണം? അങ്ങനെ കസേരയിലിരുന്നു കൊണ്ട് കാലുകൾ നിലത്ത് മുട്ടാതെ മറ്റെങ്ങും തന്നെ മർദ്ദം പ്രയോഗിക്കാതെ നമുക്ക് കൈകൊണ്ട് അതിനെ ചലിപ്പിക്കാൻ സാധിക്കില്ല. എന്താ കാരണം? അവിടെ നമ്മൾ കൊടുക്കുന്നത് ഏത് ബലം? ആന്തരിക ബലമാണ്. ബാഹ്യബലം കൊടുത്താലല്ലേ വസ്തു ചലിക്കൂ. ആന്തരിക ബലത്തിന് വസ്തുവിനെ ചലിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ സയൻസ് ഡയറിയിൽ നിങ്ങൾ എന്തെല്ലാം രേഖപ്പെടുത്തും? സന്തുലിത ബലം, അസന്തുലിത ബലം, അതിനുദാഹരണം ആ ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കേണ്ട കേട്ടോ, ആ സാഹചര്യം എഴുതിയാൽ മതി. പിന്നെ അസന്തുലിത ബലത്തിന് വസ്തുവിൽ ഉളവാക്കാൻ കഴിയുന്ന ഫലങ്ങൾ. വാട്ട് ഈസ് ടു ബി അപ്ലൈഡ് ടു മൂവ് എ ബോഡി അറ്റ് റെസ്റ്റ്? പറയൂ, നിങ്ങളെ ഉത്തരം കേട്ടിട്ട് വേണം എനിക്ക് അവസാനിപ്പിക്കാൻ. വെരി ഗുഡ്, നിങ്ങളെല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉത്തരം ശരിയായി തന്നെ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സയൻസ് ഡയറി ഉണ്ടാവും. ആ സയൻസ് ഡയറിയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ബാക്കിയായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമല്ലേ? അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.